ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാർ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റും കസ്റ്റാർഡൊക്കെ ചേർത്ത് കൊണ്ടൊരു പാൽ കൊഴുക്കട്ടയാണ്. ആദ്യം ഞാനിപ്പോൾ കസ്റ്റാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലോട്ടിട്ട ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മാവിന് ഞാനിപ്പോൾ ഒരു 3 ചെറിയ ക്യാരറ്റാണ് അരച്ച് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 3 സ്പൂൺ കണക്കാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. കൊഴുക്കട്ടയ്ക്ക് കുറച്ച് മധുരം വേണം, അതിനാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ മാവെല്ലാം കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ചെറിയ ചെറിയ ബോൾസുകൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തയ്യാറാക്കിയ ബോൾസൊക്കെ നമുക്ക് ആവിയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഇപ്പോൾ പാൽ കൊഴുക്കട്ട ചെയ്യാനുള്ള ക്യാരറ്റ് ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് പാലാണ് എടുക്കേണ്ടത്. ഒരു 1/2 ലിറ്റർ കട്ടിപ്പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ചൂടാക്കാൻ വെച്ചേക്കാം. പാലെല്ലാം ചൂടായി പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. ബോൾസൊക്കെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് കാരണം നമുക്കിനി അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒന്ന് പാൽ തിളച്ചാൽ മതിയാകും. നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെയധികം ടേസ്റ്റാണ് ഇതിന്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കസ്റ്റാർഡൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കാരണം നമുക്ക് ഈ പാൽ കൊഴുക്കട്ടയ്ക്ക് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടുന്നതാണ് കഴിക്കുമ്പോൾ. ഇപ്പം പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. ഒരു 50 ഗ്രാം പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം ആവശ്യമുണ്ടെങ്കിൽ 1-2 സ്പൂൺ കൂടുതൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഞാനിപ്പോൾ ഈ പാൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്വീറ്റ്സൊക്കെ ചെയ്യാൻ നേരത്ത് നല്ല കട്ടിപ്പാൽ മാത്രം ഉപയോഗിക്കാൻ നോക്കുക. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡർ വെള്ളത്തിൽ അലിയിച്ചതാണ്. ഒരു 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിപ്പോൾ വെള്ളത്തിൽ അലിയിച്ച് ചേർക്കുന്നത്. കസ്റ്റാർഡ് മിക്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ പാൽ കുറുകി കിട്ടുന്നതാണ്. അതിന് നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ചുറ്റിയ ശേഷം പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. വീണ്ടും ചൂടാക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ നമ്മുടെ പാൽ കൊഴുക്കട്ടയൊക്കെ ഒത്തിരി കട്ടിയായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ കാഷ്യൂ നട്ട്സാണ്. അതുകൂടി ഇട്ട ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഗ്രേപ്സ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാൽ കൊഴുക്കട്ടയൊക്കെ കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ക്യാരറ്റ് പാൽ കൊഴുക്കട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.